തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കും. ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളെ മുൻ നിശ്ചയിച്ച പ്രകാരം ആശുപത്രിയിൽ എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഇന്നു മുതൽ ലഭ്യമാക്കാമെന്ന് അമൃത് ഫാർമസി ഉറപ്പ് നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ശ്രീചിത്രയിൽ തീരുമാനം വന്നിരിക്കുന്നത്. ഇന്നു മുതൽ ശ്രീചിത്രയിൽ സർജറി ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഷെവീദ് റാവുത്തർ കൂടുതൽ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത്. ഷെവീദ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ രോഗികൾക്ക് ആശ്വാസകരമായ വാർത്തയാണ്. രോഗികളെല്ലാം വീട്ടിലേക്ക് അവർ പറഞ്ഞു വിട്ടിരുന്നു. ആ രോഗികളെല്ലാം തിരിച്ചു വരാൻ കത്തയച്ചോ അതോ ഫോൺ വിളിച്ചോ? രോഗികളെ അവരുടെ ക്രമമനുസരിച്ച് തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ച് ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാനുള്ള നീക്കം ഇപ്പോൾ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ വിഷയത്തിൽ ഇന്റർവെൻഷണൽ റേഡിയോളജി ശസ്ത്രക്രിയകൾ മാറ്റിവെച്ച സംഭവമായിരുന്നു വലിയ തരത്തിൽ വിവാദമായത്. പിന്നാലെ ഈ സംഭവത്തിൽ അടിയന്തര ഇടപെടലുണ്ടായി. HLLന്റെ അമൃത് ഫാർമസിയിലൂടെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ഇന്നലെ എത്തി പങ്കെടുത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിലത്തെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ മാറ്റിവെച്ച രോഗികളെ വിളിച്ച് മുൻ നിശ്ചയിച്ച പ്രകാരം ആശുപത്രിയിൽ എത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ ശസ്ത്രക്രിയകൾ മാറ്റിവെച്ചതിന് വലിയ പ്രതിഷേധം അത് ചില സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. 2023 ശേഷം കരാർ പുതുക്കാതെ ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്ന കമ്പനികൾ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന് നിലപാടെടുത്തതോടെയാണ് ഉപകരണങ്ങൾക്ക് കടുത്ത ക്ഷാമമുണ്ടായത്. കമ്പനികളുടെ മുന്നറിയിപ്പ് കണക്കെടുക്കാതെ ആശുപത്രി മുന്നോട്ട് പോയതാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിക്ക് കാരണമായത് എന്നുള്ള കുറ്റപ്പെടുത്തലും വിമർശനവും ഒക്കെ ആരോഗ്യവകുപ്പിൽ നിന്ന് ഉയരുന്നൊരു സാഹചര്യം ഉണ്ട്. ഏതായാലും ഈ ശസ്ത്രക്രിയ ഉപകരണങ്ങൾക്ക് അമൃത് ഫാർമസിയിലെ നിരക്ക് കൂടുതലാണെന്നാണ് ഇന്നലത്തെ യോഗത്തിൽ വിലയിരുത്തിയത്. ഈ കമ്പനികളുമായി നേരിട്ട് ചർച്ചകൾ നടത്തി ഏറ്റവും താഴ്ന്ന നിരക്കിലാണ് ശ്രീചിത്ര നേരത്തെ വാങ്ങിയിരുന്നത്. എന്നാൽ അമൃത് ഫാർമസികൾ കമ്പനികളിൽ നിന്ന് വാങ്ങിയാണ് നൽകുന്നത്. ഈ ഉപകരണങ്ങൾക്ക് വില കൂടിയാൽ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ ശസ്ത്രക്രിയയ്ക്ക് പണമടയ്ക്കുന്ന രോഗികൾക്ക് ബില്ല് വർദ്ധിക്കും എന്നുള്ളത് രോഗികളെ സംബന്ധിച്ച ഒരാശങ്കയായി കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായതിന് പിന്നാലെ ഇന്നു മുതൽ ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കാൻ കഴിയും. താങ്ക് യു. ഷെവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. വളരെ സന്തോഷകരമായ കാര്യമാണ്. ശ്രീചിത്രയിൽ ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. എന്തായാലും അമൃത് ഫാർമസി ഉപകരണങ്ങൾ നൽകാമെന്ന് ഏറ്റതുകൊണ്ട് ശ്രീചിത്രയിലെ സ്ഥിതി സാധാരണ നിലയിലേക്ക് ഇന്നു മുതൽ മടങ്ങി വരും. രോഗികളെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അഥവാ വിവരം കിട്ടാത്ത രോഗികൾ ഈ ഒരു അനൗൺസ്മെൻ്റ് ഒരു വിവരമായി പരിഗണിച്ച് നിങ്ങൾ ശ്രീചിത്രയിലേക്ക് ഫോൺ ചെയ്ത് ചോദിക്കുക, നിങ്ങളുടെ ഊഴമായോ. നിങ്ങൾക്കറിയാം, തീയതികൾ ഷെഡ്യൂൾ ചെയ്താണ് ശ്രീചിത്രയിൽ ശസ്ത്രക്രിയകൾ നടക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുവദിച്ചുള്ള തീയതിയിൽ മാത്രം എത്തിയാൽ മതിയാകും.